ചേട്ടാ, ആ നമ്മൾ ഇലക്ഷനായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഉവ്വ വരണ്ടായിരുന്നു 2 ഉവ്വ ദിവസമായിട്ട്. ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞു, ഫലപ്രഖ്യാപനം കഴിഞ്ഞു. ഉവ്വ UDF സ്ഥാനാർത്ഥി ഷൗക്കത്ത് അലി വിജയിക്കുണ്ടായി. ഉവ്വ എന്നാൽ ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ നമ്മുടെ അൻവർ ആ PV അൻവർ ഏകദേശം 19,760 വോട്ട് പിടിച്ചു. നിലമ്പൂര് പിടിക്കുകയുണ്ടായി. ഉം. ഇത്തരത്തിലെ ആൾക്ക് ഇത്ര വോട്ട് പിടിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു അടിസ്ഥാനത്തിൽ എന്തായിരിക്കും ആളുടെ രാഷ്ട്രീയ ഒരു ഭാവിയായിട്ട് ജോൺസണിന് കാണാൻ സാധിക്കുന്നത്? ഇന്നത്തെ മാധ്യമങ്ങളിലെ വാർത്തകളും കാര്യങ്ങളും കണ്ട PV അൻവർ വൻ വിജയം നേടിയൊരു ലക്ഷണമാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ അൻവറിൻ്റെ ചീട്ട് കീറി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. കാരണം ഇലക്ഷന് മുന്നും എന്താ പറയുക, തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുന്നേ ഒരു അൻവറിനെ കേരള രാഷ്ട്രീയത്തിൽ അൻവറിന് ഒരു പ്രസക്തി ഇല്ല എന്നുള്ള അവസ്ഥയാണ് ഒരു ചിത്രമായിരുന്നത്. സ്വാഭാവികമായിട്ട് ഫലപ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം അൻവറിന് 20,000-ൻ്റെ അടുത്ത് വോട്ട് പിടിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പക്ഷേ ഇതിൽ ഒരു വിഷയം നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിൽ അൻവറിന് ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് അൻവറിൻ്റെ വ്യക്തമായിട്ടൊരു നിലപാട്. രണ്ടാമത് അദ്ദേഹം പ്രതിപക്ഷ നേതാവിന് എതിരെയാണ് അടുത്ത നിലപാട്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ താൽക്കാലികമായിട്ട് അൻവറിന് ഒരു 5 വർഷമെങ്കിലും വളരെ ബുദ്ധിപരമായിട്ട് തന്ത്രപരമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി പിണറായി വിജയൻ നിലനിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളും ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് തന്നെയായാലും അൻവറിനെ കിട്ടുന്ന അവസരത്തിൽ തന്നെ ഒതുക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. ആ ഒരു സാഹചര്യമുള്ളതുകൊണ്ട് അൻവർ ആളുടെ ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ വളരെ ശ്രദ്ധാപൂർവം കണ്ണിങ്ങിൽ നീങ്ങിയില്ലെങ്കിൽ അൻവറിന് ഒരു പക്ഷേ അത് അപകടം ക്ഷണിച്ചു വരുത്താനുള്ള സാധ്യത വളരെ അധികമാണ്. കാരണം ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിലെ നേതൃത്വ നിരയിലെ ആളുകളുടെ ചിന്താശേഷി, മെൻ്റൽ ഫിറ്റ്നസ്, മാനസിക മികവ്, ഇതൊക്കെ നോക്കുമ്പോൾ ഏതൊരു നേതാവിനേക്കാളും ഒരു എന്താ പറയുക, ചൂടും ചുണയും ഉശിരുമുള്ളൊരു നേതാവായിട്ടാണ് PV അൻവറിനെ കേരളീയ സമൂഹം കാണുന്നത്. അങ്ങനെ കരുത്തനും ശക്തനും എന്തും ചെയ്യാനുള്ള പ്രാപ്തനുമായൊരു നേതാവായി അൻവർ ഇനിയും രംഗത്ത് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. പക്ഷേ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ പലതും ഒരു അരിശത്തിന് കിണറ്റി ചാടുന്ന രീതിയിലുള്ള നിലപാടുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത്തരം നിലപാടുകൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളുടെ മനസ്സ് അദ്ദേഹത്തിന് അനുകൂലമല്ലാതായിട്ട് മാറാനുള്ള സാധ്യത വളരെ അധികമാണ്. നമ്മുടെ ഒരു കണക്ക് വെച്ചിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ 25,000 വോട്ട് പിടിക്കും എന്നൊരു പ്രതീക്ഷയാണ് നമ്മൾക്കുണ്ടായിരുന്നത്. കാരണം അതിനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ കണക്ക് കൂട്ടിയേക്കാൾ 5,000 വോട്ട് കുറവാണ് അൻവർ പിടിച്ചിട്ടുള്ളത്. അതൊരു പക്ഷേ അൻവറിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള സംസാര രീതികളും കാര്യങ്ങളും കൊണ്ടായിരിക്കും ഒരു പക്ഷേ 5,000 വോട്ടേലും കുറവുന്നുണ്ടാവും. ഇനിയുള്ള കാലങ്ങളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതുപ്രകാരം വരുന്ന പല രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുമ്പോൾ അൻവർ എടുത്തു ചാടാതെ ശാന്തമായി, സമാധാനമായി, വളരെ തന്ത്രപരമായിട്ട് താപ്പ് തരം ആള് സന്ദർഭം അനുസരിച്ച് ഇത് ശാന്തമായി, സമാധാനമായി, സ്വസ്ഥമായി ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ 5 വർഷത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ അൻവറിനെ ഒരു എന്താ പറയുക, ഒരു നേതൃത്വ പദവി തന്നെ ലഭിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. കാരണം ഇപ്പോഴത്തെ ഇന്നോ നാളെയോ മാധ്യമങ്ങളിൽ അൻവർ വലിയ ചർച്ച വിഷയമായിരിക്കും. പക്ഷെ അത് കണ്ട് അൻവർ വികാരപരമായിട്ട് കാര്യങ്ങളെ കണ്ട് വിവേകമില്ലാതെ പ്രവർത്തിച്ചാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള അഡ്വാൻറ്റേജ് പോലും നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ്. കാരണം സ്വാഭാവികമായിട്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കുന്നുണ്ട്, UDF നിലമ്പൂർ ഇലക്ഷൻ വിജയിച്ച് നിൽക്കുന്നുണ്ട്. അൻവർ എടുക്കുന്ന ഓരോ സംസാരങ്ങൾ, നിലപാടുകൾ UDFനും എന്താ പറയുക, ചേരാത്ത തരത്തിൽ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ UDFൽ ഒരിക്കലും കയറി പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അൻവർ എത്തപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ്. പിന്നെ
വീണ്ടും അദ്ദേഹത്തിന് LDFിലേക്ക് കയറേണ്ട ഭാവിയിൽ അങ്ങനെ സാഹചര്യത്തിലേക്ക് വന്ന് എത്തപ്പെടാം. ഒരു കാര്യം ഉറപ്പ് പറയാം, താൽക്കാലികമായിട്ട് ഒരു 5-6 വർഷം കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ PV അൻവർ ആർക്കും തകർക്കാൻ പറ്റാത്ത വലിയൊരു ശക്തിയായിട്ട് മാറാനുള്ള സാധ്യത വളരെ അധികമാണ്. അദ്ദേഹത്തിൻ്റെ സ്കില്ല്, ചിന്താശേഷി, മൂവ്മെൻറ്റ്, ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി, ഫൈറ്റിംഗ് മൂഡ് വെച്ചിട്ട് ഏതൊരു രാഷ്ട്രീയ നേതാവിനേക്കാളും വളരെ മികച്ച നീക്കങ്ങളാണ് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ എടുത്തുചാട്ടവും എന്താ പറയുക, ചിന്തിക്കാതെയുള്ള പ്രവൃത്തികളും കാരണം ആ ഒരു സാധ്യതകൾ മുഴുവനും എന്ത് സംഭവിക്കാം, ഒരു അരിശത്തിനെ നമ്മൾ പറയില്ലേ, കെണീറ്റി ചാടുക എന്നൊക്കെ പറയില്ലേ, അത്തരം സമീപനം അദ്ദേഹം എടുക്കാതെ 5 വർഷമെങ്കിലും വെയിറ്റ് ആൻഡ് സീ എന്ന നിലയിലൊരു സമീപനം എടുക്കുകയാണെങ്കിൽ PV അൻവറിൻ്റെ പിന്നാലെ കേരള രാഷ്ട്രീയം രംഗത്ത് വരുമെന്ന് നമ്മൾ ഉറപ്പായിട്ട് ഒരു പ്രവചനം പോലെ നടത്തുന്നു. പക്ഷേ ഈ വരുന്ന 5 വർഷം അദ്ദേഹത്തിൻ്റെ ചൈതികൾ വളരെ വിലപ്പെട്ടതാണ്. കാരണം അതിൽ അശ്രദ്ധ കൊണ്ട് വരുന്ന നഷ്ടത്തിന് ഉത്തരവാദിത്വം നമ്മുടെ ഉത്തരവാദിത്വമല്ല. കാരണം ഈ 5 വർഷം വളരെ നിർണായകമാണ്. വളരെ തന്ത്രപരമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ 5 വർഷത്തിന് ശേഷം അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ മുഖ്യ സ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയായിട്ട് നമുക്ക് പറയാനുള്ളത്. എന്താണ് ചോദിക്കുന്നത്? ഇപ്പോൾ PV അൻവറിന്റെ കാര്യം ജോൺസൺ പറഞ്ഞു. ഇപ്പോൾ PV അൻവർ പിണറായി സർക്കാരിനുള്ള ഒരു നിലപാടിൽ തൃപ്തനല്ലാതാണ് LDFിൽ ഇറങ്ങിയത്. അതിനുശേഷം UDFിലേക്ക് വരുന്നുള്ള പല ചർച്ചകളും ഉണ്ടായിരുന്നു. പക്ഷെ അൻവറിന്റെ നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവായ VD സതീശനുള്ള UDFിലേക്ക് താനില്ല എന്നുള്ളൊരു പക്ഷമായിരുന്നു. ഇപ്പൊ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ UDF വിജയിക്കുകയും LDF തോക്കുകയും ചെയ്തു. ഇത്തരത്തിൽ UDF വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന്റെ കൂടി വിജയമാണ്. അപ്പൊ VD സതീശന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ഒരു രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും ആളുടെ? ഇന്നത്തെ അവസ്ഥയിൽ VD സതീശന് എന്താ പറയുക, വളരെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ ശക്തമായൊരു നിലപാട്, ആ നിലപാടിനനുസരിച്ചുള്ള വിജയം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് വളരെ ഉയർന്ന നിലവാരത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കേരള രാഷ്ട്രീയം താൽക്കാലികമായിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിന്തകളുമായി ബന്ധപ്പെട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. വരുന്ന പഞ്ചായത്ത്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളുണ്ടെന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ UDFിനെ വിജയിപ്പിക്കാൻ കഴിയുകയും അതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിനെ വിജയിപ്പിക്കാൻ, നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ കഴിയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് VD സതീശൻ എന്ന് പറഞ്ഞ നേതാവ് കേരളത്തിൽ ഒരു എന്താ പറയുക, നമ്മുടെ ലീഡർ കരുണാകരനെ പോലെ കരുത്തനായൊരു നേതാവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മുന്നിൽ പ്രതിബന്ധങ്ങൾ വളരെ ഏറെയാണ്. കാരണം കോൺഗ്രസിൻ്റെ ഉള്ളിലെ നേതൃത്വ നിരയിലെ വളരെയധികം എന്താ പറയുക ബാഹുല്യം, ശക്തന്മാരും കരുത്തന്മാരുമായ വളരെയധികം നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ നേതൃത്വ നിരയിലുണ്ടെന്ന്. പിന്നെ പാർട്ടിയുടെ സംഘടനയുടെ ശക്തി സെറ്റും നമ്മൾ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുന്ന പോലെയല്ലെന്ന്. നമ്മളൊരു 140 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ അവിടെ വിജയിപ്പിക്കുന്നതിൻ്റെ വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങളും ഒന്ന് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ പല പല വിഷയങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു കടുക്ക എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ വളരെ ഈസി പോലെ തോന്നുമെങ്കിലും വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു പ്രശ്നമാണ്. അത് മറികടക്കാനുള്ള ശക്തി VD സതീശനുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സംഭവിക്കും. പക്ഷേ അതിന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നതിൻ്റെ ഉള്ളിൽ പാർട്ടിയിലെ മറ്റ് നേതാക്കൾ തമ്മിലുള്ള മൂപ്പിളമ തർക്കങ്ങൾ, സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, പിന്നെ എന്താ പറയുക ഘടക കക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങൾ, പിന്നെ പുതിയ ഘടകകക്ഷികൾ UDFിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ, പ്രധാനമായിട്ട് കേരള കോൺഗ്രസ്, മാണി ഗ്രൂപ്പ്, ഒരുപക്ഷെ CPI തന്നെ ഒരുപക്ഷെ UDFിലേക്ക് ഭാഗമായിട്ട് മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ ജനതാദൾ, കാരണം വെച്ച് കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ
CPI പോലും ഒരുപക്ഷെ UDF-ലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇത്തരം വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് PD സതീശൻ എടുക്കുന്ന നിലപാടുകൾ കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്നൊരു നിലപാടുകളാണ്. അപ്പോൾ അദ്ദേഹം സൗമ്യമായി ശാന്തമായി മുന്നിലിരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കി പെരുമാറിപ്പോകാനുള്ള കഴിവുണ്ടെന്ന് ശരിക്കും തെളിയിക്കേണ്ട സന്ദർഭമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ട്, കോർപ്പറേഷൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ നമ്മൾ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു 7 ജില്ലയിൽ UDF ജയിക്കാനും 7 ജില്ലയിൽ LDF ജയിക്കാനാണ് സാധ്യത കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ബലാബലാണ് കേരള രാഷ്ട്രീയത്തിൽ നിലവിലെ അവസ്ഥ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ നിർണായകമായ ഘട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ, രാഷ്ട്രീയ നേതാക്കളെ അവരൊന്നിച്ചു കൊണ്ടുപോയി എല്ലാ വിധത്തിലും എന്താ പറയുക, ഒരു പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം UDF-ന് ഉണ്ടാവുകയാണെങ്കിൽ PD സതീശന് വളരെ ഉന്നതമായ മൂല്യം കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതായിരിക്കും. അല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ വരികയും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പ്രവർത്തനത്തിന് വിലങ്ങുതടിയായിട്ടുള്ള സംഭവവാസങ്ങൾ സംഭവിക്കുകയും ചെയ്യുമ്പോൾ UDF-ൻ്റെ തന്നെ സാധ്യതകൾ അടയാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന്. നമുക്ക് തൽക്കാലം PD സതീശന് ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥ വെച്ച് ഒരു 2-3 മാസം വളരെ സുഗമമായ അവസ്ഥയാണ് നിൽക്കുന്നത്. ഈ പഞ്ചായത്ത് ഇലക്ഷന് ശേഷം നമുക്ക് ബാക്കി പറയാം. ഓക്കെ.